ഹലോ ട്രേഡേഴ്സ്, 2023 20% റിട്ടേൺ നിഫ്റ്റി നമുക്ക് നൽകി. 2024 നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ട്രേഡിങ്ങിൽ എടുക്കേണ്ട കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. എൻ്റെ പേര് സിയാദ് ഇല്ലിക്കൽ. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കും രാവിലെ 7:00ക്കും പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ? ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ട്രേഡിംഗ് മേഖലയിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ ഒരു പാർട്ടിസിപ്പൻസിൽ റീറ്റെയിലേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ FIIs ഉണ്ട്, HNI ക്ലയൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് അജണ്ടകൾ വേണം. ഏതൊരു ബിസിനസ്സുകാരനും വിജയിച്ചിട്ടുള്ള ബിസിനസ്സുകാരനും അദ്ദേഹത്തിന് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. ജീവിതത്തിൽ വിജയിച്ച ഏത് ആൾക്കും ഇത്തരത്തിലുള്ള ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ അവരുടെ ഡയറിയിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഗോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡേഴ്സ് എഴുതി തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഈ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്കും നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകൾ എന്താണ്? കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്? അത് വളരെയധികം റെലവൻ്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷത്തിൽ നിന്നുള്ള നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമാണ് നമുക്ക് പുതിയ വർഷത്തിലേക്കുള്ള ഗോൾസും സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂട്ടിയാൽ കൂടാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അല്ലാതെ നമുക്ക് എടുത്താൽ പൊങ്ങാൻ പറ്റാത്ത ഒരു ഗോൾസ് നമ്മൾ എഴുതി വെക്കരുത്. അതിലൊരു റെലവൻ്റ് ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് എൻ്റെ ചെറിയ അച്ചീവ്മെൻറ്റും എൻ്റെ ചെറിയ കോട്ടങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വലിയൊരു പുലിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അല്ല, മറിച്ച് ഈ ഒരു വീഡിയോയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ വർഷത്തിലേക്ക് ഞാൻ എൻ്റെ ഗോൾസ് സെറ്റ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നേടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ NISMൻ്റെ സർട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ എനിക്ക് നേടാനായിട്ട് പറ്റി. അതുപോലെ തന്നെ NISMൻ്റെ സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ എനിക്ക് നേടാനായിട്ട് പറ്റി എന്നുള്ളതാണ്. കൂടാതെ തന്നെ കൊച്ചിയിലെ നമ്മുടെ ഓഫീസിന് ശേഷം കാലിക്കറ്റിൽ പുതിയൊരു ഓഫീസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റി. അതിൻ്റെ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾ കണ്ടു കാണും. കൂടാതെ തന്നെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ക്യാപിറ്റൽ അച്ചീവ് ചെയ്യാൻ പറ്റി. ഈ ഒരു വർഷം 9 മാസം ആണ് ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ആയിട്ടുള്ളത്. 9 മാസം പിന്നിടുമ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ ആഗ്രഹിച്ച പോലെ, അതായത് ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു ഗോളിലേക്ക് എൻ്റെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിച്ചു. ഡെപ്റ്റിലേക്കും ഇക്വിറ്റിയിലേക്കും ഗോൾഡിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിച്ചു എന്നുള്ള പ്രൊഫഷണൽ വൈസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി. കൂടാതെ തന്നെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ എനിക്ക് 45 മിനിറ്റ് കാർഡിയക് എക്സസൈസ് എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യം പരമാവധി ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പരമാവധി യാത്രകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പരമാവധി ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ അത് തിയേറ്ററിൽ പോയി തന്നെ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരുപാട് ബുക്സ് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് സീരീസുകൾ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ ലൈഫിലെ ഭാഗമായിട്ടുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് ഇല്ലാതെ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഇല്ല. ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇമോഷണലാണ്. നമ്മൾ പേഴ്സണലി വളരെ കാമായിട്ട് ഇരുന്നാൽ മാത്രമാണ് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ട്രേഡേഴ്സ് ഈ ഒരു വർഷം എന്താണ് പുതിയ റെസൊല്യൂഷൻ എടുക്കേണ്ടത്? പുതിയ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ തന്നെ പഴയ നമ്മുടെ റെസൊല്യൂഷൻ വീണ്ടും എഴുതുക എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്, ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനമായിട്ടും ഉള്ളത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസിനെ ഞാൻ വേറൊരു രീതിയിലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ ഒരു ദിവസം എത്ര ലോസ് ബുക്ക് ചെയ്യാനായിട്ട് മാനസികമായിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രേഡിൽ ആവാം, ഒരു ദിവസത്തെ ആവാം. പേഴ്സണലി ഞാൻ ഒരു ദിവസം 5000 രൂപയിൽ കൂടുതൽ ലോസ് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. 5000 രൂപയിൽ കൂടുതൽ ലോസ് കാണുമ്പോൾ തന്നെ അതിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സാഹചര്യങ്ങളിൽ 5 ദിവസവും എക്സ്പയറി ഉള്ളത് കൊണ്ട് ട്രേഡിങ് പണ്ടത്തേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. എങ്കിലും 5000 ലോസ് കാണുമ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റും. അതാണ് എൻ്റെ എല്ലാ വർഷവുമുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇതിൽ എല്ലായ്പ്പോഴും പാലിക്കാൻ പറ്റാറില്ല, നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാറുണ്ട്. എങ്കിലും
മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ വലിയ ലോസുകളും തുടങ്ങുന്നത് ചെറിയ ലോസിൽ നിന്നാണ്. ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലോസ് എന്ന് പറയുന്നത് 3 lakhs ആണ്. ബിഗ്ഗസ്റ്റ് ലോസ് 3 lakhs തുടങ്ങിയിട്ടുള്ളത് എവിടെ നിന്നാണ്? 1000 നിന്നാണ്. അതായത് 1000 നിന്ന് ഇത് ഗ്രാജുവലി കൂടുമ്പോൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്, നമ്മൾ മാറ്റിയിട്ടില്ല. എന്നാൽ ഏറ്റവും വലിയ പ്രോഫിറ്റോ അത് 3 lakh ആയിരിക്കില്ല അല്ലേ? അപ്പോൾ ഈ പ്രോഫിറ്റ് ചെറുതും ലോസ് വലുതുമാണ് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വരുന്നത്. അത് നേരെ തിരിച്ചാവണം. അറ്റ്ലീസ്റ്റ് ആയില്ലെങ്കിൽ കൂടിയും ലോസ് നമുക്ക് ഒരു ദിവസം ഇത്ര എന്നുള്ളത് ലിമിറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊരു ബിസിനസ്സാണ്. വലിയ ലോസുകൾ ഉണ്ടാക്കി പോകുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അങ്ങ് വൈപ്പ് ഔട്ട് ആവും. ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും, പക്ഷേ നമുക്ക് ഫിനാൻഷ്യലി നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ എൻഗേജ്ഡ് ആകുന്നത് മാത്രമാണ് മിച്ചം, അല്ലാതെ കാശ് മിച്ചമില്ല. നമുക്കറിയാം, ഓൾറെഡി തന്നെ നമ്മുടെ ബ്രോക്കറേജ് ഒരുപാട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി വലിയ രീതിയിൽ ട്രേഡിംഗ് ലോസ് വന്നാലോ അത് നമുക്ക് പറ്റില്ല. ഈ ഒരു ബിസിനസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഒരുപാട് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇവിടെ ഓപ്പൺ ചെയ്യാറുണ്ട്. ഇവരൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. ഇവർ ഈ ഒരു ബിസിനസ് റൂൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നിലനിൽക്കാത്തത്. അതായത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും പാലിക്കേണ്ടതാണ്. ഒരു ദിവസം ഇത്ര ലോസ് നമ്മൾ ആദ്യമേ തന്നെ സെറ്റ് ചെയ്യുക, അത് എഴുതി വെക്കുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ നമുക്ക് അനാവശ്യമായിട്ട് നമ്മളുടെ ടൈം കാർന്ന് തിന്നുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ വർഷത്തെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാനത് ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തു. 3 ആഴ്ചക്ക് മുമ്പേ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞാൻ എൻ്റെ മൊബൈലിൽ ഇനി ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. അപ്പോൾ ഉപയോഗിക്കണമെങ്കിലോ ആവശ്യത്തിന് ലാപ്ടോപ്പിൽ ഉപയോഗിക്കാം. പക്ഷേ അത് ലാപ്ടോപ്പിൽ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുമ്പോൾ സമയം കുറവാണ് നമ്മൾ എടുക്കുകയുള്ളൂ. നമ്മളൊരു ഞാനൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ഒന്നും അല്ലെങ്കിൽ കൂടിയും മാർക്കറ്റ് ന്യൂസ് കാണാനും പല കമ്പനീസിൻ്റെ CEOസിനെല്ലാം തന്നെ ഞാൻ പല സോഷ്യൽ മീഡിയയിലും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോ കമൻറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് അതും ഞാൻ നിർത്തി. വേണ്ട, കാരണം അത് സാധാരണ എൻ്റർടൈൻമെൻറ്റിലേക്ക് മിസ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ അക്കൗണ്ട് മൊബൈലിൽ എടുക്കുന്നില്ല. അതെൻ്റെ ലൈഫിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടും. നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ആളുകളും മൊബൈലിലാണ്. അപ്പോൾ ഇനി പുറത്തിറങ്ങിയാൽ ഞാനും മൊബൈലിലായിരുന്നു പലപ്പോഴും സമയങ്ങളിൽ പലതും നോക്കും. ഇനി പുറത്തിറങ്ങിയാൽ നമ്മൾ പ്രകൃതിനെ നോക്കും, വാഹനങ്ങൾ നോക്കും, ആളുകളെ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇനീഷ്യലി ട്രേഡിങ്ങിലേക്കൊക്കെ വന്ന സമയത്ത് പല ഗ്രൂപ്പുകളിലും രാത്രി 1 മണി വരെ ഗംഭീര ചർച്ചകളാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ സമയം വെറുതെ കളയുന്നത്? അത് സോഷ്യൽ മീഡിയ ആവാം, പല ഗ്രൂപ്പിലെ ചർച്ചകളാവാം. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. കാരണം നമുക്ക് പഠിക്കാനായിട്ട് പല ബുക്സുകളോ പല വീഡിയോസോ കണ്ട് നമ്മളുടെ പഠനം നടത്തുക എന്നുള്ളതല്ലാതെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തമാശകൾ പറയുന്ന ഗ്രൂപ്പുകളിൽ, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാതെയുള്ള ഗ്രൂപ്പുകളിലും ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് പരമാവധി നമ്മൾ മാറി നിൽക്കുക. നമ്മളുടെ സമയം അത് വെറുതെ കളയും. 2 രീതിയിലുള്ള ശീലങ്ങളാണ് ഉള്ളത്. ഒന്ന് ടെമ്പററി പ്ലഷർ നൽകുന്ന, സന്തോഷങ്ങൾ നൽകുന്ന ശീലങ്ങൾ, സോഷ്യൽ മീഡിയ തന്നെ. പക്ഷേ ലോങ് ടൈമിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ റിഗ്രറ്റ് ആവും. നമുക്ക് തന്നെ നമ്മളോട് വളരെയധികം കുറ്റബോധം തോന്നും. നമ്മൾ തന്നെ പറയും, വെറുതെ എൻ്റെ സമയം കളഞ്ഞു. രണ്ടാമതായത് ടെമ്പററി നമുക്ക് വലിയ സന്തോഷങ്ങൾ നൽകുന്നില്ല, പക്ഷേ ലോങ് ടൈമിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷങ്ങൾ നൽകും. അതായത് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നത്, പുതിയ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. നമ്മൾ ടെമ്പററി ആ ഒരു സമയം നമുക്ക് അത്ര ഹാപ്പിനെസ് നൽകില്ല, പക്ഷേ ആ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തതിന് ശേഷം നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം നല്ലൊരു ഗുഡ് ഫീൽ ഉണ്ടാവും. അത് എന്നും നിലനിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ട്രേഡിംഗ് ജേണലുകൾ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ളത്. എന്താണ് ട്രേഡിംഗ് ജേണലുകൾ? നമ്മളുടെ നിയമങ്ങൾ, നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഏതെങ്കിലും ഒരു ഈവൻറ്റുകൾ നമ്മളുടെ ട്രേഡിംഗ് കരിയറിൽ ഏറ്റവും വലിയ ലോസ് നടത്തിയ ദിവസങ്ങൾ, അല്ലെങ്കിൽ ലോസിൽ നിന്ന് നമ്മൾ എക്സ്കേപ്പ് ആയ ദിവസങ്ങൾ, പ്രോഫിറ്റ് ഉണ്ടാക്കിയ ദിവസങ്ങൾ, അല്ലെങ്കിൽ പ്രോഫിറ്റ് മിസ്സായ ദിവസങ്ങൾ. എല്ലാ ട്രേഡേഴ്സും സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും ട്രേഡിംഗ് ജേണൽ എഴുതാറുണ്ട്. പക്ഷേ മടി നമ്മുടെ കൂടപ്പുറപ്പായതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്തരം ഈവൻറ്റുകൾ നടക്കുന്ന ദിവസങ്ങളിൽ മാത്രം ആ ഈവൻറ്റുകൾ ജേണൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ പിന്നീട് അത് വായിച്ചു നോക്കുക. നമ്മളുടെ പേന കൊണ്ട് നമ്മളെ സ്വന്തം ഹാൻഡ് റൈറ്റിൽ, നമ്മുടെ ഡയറിയിൽ
എഴുതിയാൽ മാത്രമാണ് നമ്മളത് വീണ്ടും വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് നമ്മളത് എടുക്കുകയുള്ളൂ. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് ജേണൽ എഴുതുന്നത്, നമുക്കറിയില്ല എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ ഒരുപാട് തലങ്ങളുണ്ട്, നമ്മുടെ ഉപബോധ മനസ്സുണ്ട്, പല പല പാളികളുണ്ട്, പല പല തലങ്ങളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ മാത്രമാണ് നമുക്കത് നമ്മുടെ മനസ്സിലേക്ക് അത് പതിയുള്ളൂ. അതുകൊണ്ട് എഴുതേണ്ട കാര്യങ്ങൾ എഴുതി തന്നെ നമ്മൾ റെക്കോർഡിക്കലി ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഉള്ളത്. മൂന്നാമതായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ട്രേഡേഴ്സിന് മെൻ്റൽ ഹെൽത്ത് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ മെൻ്റലി നമ്മളെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക്, യോഗ, എക്സസൈസ്, നടത്തം, വ്യായാമം, ട്രാവൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രേഡേഴ്സ് ചെയ്യുക. ഞാൻ മൊത്തത്തിലുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. അതിനും ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്. നമ്മളെ ചെറിയ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മളുടെ എന്നും ന്യൂസുകൾ കാണുന്ന, നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ അജണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ 2024 നല്ലൊരു വർഷമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും പേഴ്സണൽ ട്രേഡിംഗ് ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരട്ടെ. തെറ്റുകൾ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.